ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻ ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നാളത്തെ സാന്ത്വനം 2ൻ്റെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കിയാലോ. സാന്ത്വനം 2 ഇപ്പോൾ ഒരു സ്പീഡപ്പൊക്കെ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഉദയഭാനുവും നമ്മുടെ ശ്രീകലയൊക്കെ വീട്ടിലെത്തി കഴിഞ്ഞുള്ള രംഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവിയെ അവർ ആ വീട്ടിൽ നിന്ന് ഉദയഭാനുവിൻ്റെ കൂടെയും അതുപോലെ തന്നെ ശ്രീകലയുടെ കൂടെ ദേവമംഗലത്തിൽ നിന്ന് പടിയിറക്കുകയാണ്. കാരണം എന്നുവെച്ചാൽ ഇനി തൻ്റെ മരുമകളായിട്ട് ഇവിടെ വേണ്ട എന്നുള്ള തീരുമാനം ബാലനും ഗോമതിയും ഒരുമിച്ചെടുക്കുകയാണ്. കാരണം അവർക്ക് പറ്റില്ല. അപ്പം അന്നേ ദിവസം രാത്രി ഒരാൾ പോലും ഉറങ്ങിയിട്ടില്ല. അവർ പഴയ കാര്യങ്ങളും പലതും ഇങ്ങനെ ഓർത്തും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇമോഷണൽ ലെവലിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ദേവിയെ പറഞ്ഞു വിടാനായിട്ട് അവർ വരികയാണ്. പക്ഷെ അവരിതൊന്നും അറിയുന്നില്ല കേട്ടോ. വന്ന ശേഷവും ഉദയഭാനുവിൻ്റെ കള്ളത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആനന്ദിൻ്റെ ദേഷ്യം വരെയാണ്. ആനന്ദ് പറഞ്ഞു, എടോ താൻ ഇത്രയായിട്ട് എന്തിനാണോ ഈ പച്ച കള്ളങ്ങൾ ഇങ്ങനെ പറയണത്? അപ്പോഴേക്കും നമ്മുടെ ബാലൻ അധികം മിണ്ടുന്നില്ല. ഗോമതി നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ദേവിയെ കൊണ്ട് തന്നെ എന്താണ് കാര്യം എന്നുള്ളത് പറയിക്കുന്നുണ്ട്. ഇവർ വന്നിട്ട് നമ്മുടെ ഗോമതിക്ക് ഭ്രാന്താണെന്നുള്ള രീതിയിലാണ് ഉദയഭാനുവൊക്കെ വരുത്തി തീർത്തത്. പക്ഷെ ഒടുവിൽ തൻ്റെ മകൾ ഏതുവരെ പഠിച്ചു എന്നുള്ള ചോദ്യത്തിൽ ഉദയഭാനുവും നമ്മുടെ ശ്രീകലയ്ക്ക് ബബ്ബ അടിച്ചു പോണ ഒരു സീനാണ് കേട്ടോ. അപ്പം പറയുന്നുണ്ട് അത് MA ലിറ്ററേച്ചർ എന്നുള്ളത് പറഞ്ഞ് ഒപ്പിക്കാൻ കുറേ നേരം പാടുപെട്ടു. കാരണം വെച്ചാൽ എന്താണ് പറഞ്ഞിരിക്കണേ എന്നുള്ളത് ഓർമ്മയില്ല. അവസാനം ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യങ്ങളൊക്കെ, അതായത് കള്ളത്തരങ്ങൾ നിങ്ങൾ ചെയ്തില്ലേ ഇതാന്നുള്ള രീതിയിൽ ഗോമതിയും നമ്മുടെ ആനന്ദും ഒക്കെ പറയുന്നുണ്ട്. ആനന്ദ് കൈ കിട്ടിയത് വെച്ചിട്ട് എടോ തൻ്റെ കള്ളത്തരം നാവ് കൊണ്ട് ഇങ്ങനെ പറയലിടോ, തനിക്ക് എങ്ങനെ സാധിക്കുന്നുണ്ടോ ഇത്രയും കള്ളത്തരങ്ങളൊക്കെ പറയാൻ എന്ന രീതിയിൽ ആനന്ദ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ദേവി ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന് നിലവിളിക്കണ അല്ലാണ്ട് ഒന്നും പറയുന്നില്ല. നമ്മുടെ മീനാക്ഷി പോലും ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ഇത്രയും കള്ളം പറയണത്? ഞങ്ങൾ സ്വത്തോ പണമോ ഒന്നും ഇല്ലെങ്കിൽ ഈ ഇവിടുത്തെ അച്ഛനും അമ്മയും ദേവിയായിട്ടെത്തിയ പൊന്നു പോലെയല്ലേ സ്വീകരിക്കുള്ളായിരുന്നു എന്നൊക്കെ നമ്മുടെ മീനാക്ഷി പോലും പറയുന്നുണ്ട്. അവസാനം ഒടുവിൽ അവർ പതുക്കെ ട്യൂൺ മാറ്റിയാണ്. അതായത് തങ്ങൾക്ക് കുറച്ച് തെറ്റൊക്കെ പറ്റിപ്പോയി, പക്ഷേ എൻ്റെ മകളല്ല ഇതിന് പൂർണ്ണ ഉത്തരവാദി. ഞങ്ങളാണ് കള്ളത്തരങ്ങൾ കൂടുതലും പറഞ്ഞത്. 3 or 4 കള്ളത്തരങ്ങൾ ഞങ്ങൾ പറഞ്ഞു, സമ്മതിക്കുന്നു. അതായത് എൻ്റെ മോൾ അതുവരെ പഠിച്ചിട്ടില്ല, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളത്, പിന്നെ സ്വത്തുക്കളൊക്കെ ഉണ്ടെന്നും പറഞ്ഞു. ഇതല്ലേ ഞങ്ങൾ ചെയ്ത തെറ്റ്. അപ്പോഴേക്കും നമ്മുടെ ശ്രീകല പറയുന്നുണ്ട്, അപ്പോൾ ഗോമതി എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്? ഗോമതി സ്വന്തം ഭർത്താവിനെ ഒളിച്ചല്ലേ ആര്യൻ്റെ കല്യാണക്കാര്യം മറച്ചു വെച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്ക് ഗോമതിക്ക് ഒന്നും പറയാൻ മറുപടിയില്ല. അപ്പോഴേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു, അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ആക്കി നിങ്ങളെന്തോ 1-2 കള്ളത്തരെ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് പറഞ്ഞാണ് ന്യായീകരിക്കുന്നത്. പക്ഷേ എൻ്റെ മകൻ്റെ ജീവിതം, എൻ്റെ ആനന്ദിൻ്റെ ജീവിതം ഇന്ന് ഈ രീതിയിൽ കൊണ്ടെത്തിച്ചത് നിങ്ങൾ 2 പേരും നിങ്ങളുടെ മകളും കൂടെ ചേർന്നാണ്. എൻ്റെ 3 ആമക്കളിൽ ആര്യൻ ഇഷ്ടമുള്ള പോലെ, അതുപോലെ ആകാശന് ഇഷ്ടമുള്ള പോലെ അന്ന് ഞാൻ വെല്ലുവിളിച്ചു. എൻ്റെ ആനന്ദ് മോൻ്റെ കല്യാണമെങ്കിലും എനിക്ക് നല്ല രീതിയിൽ അറേഞ്ച് മാരേജ് ആയിട്ട് തന്നെ നടത്തണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അവരെല്ലാം വെല്ലുവിളിച്ചു കൊണ്ട് തന്നെയാണ് ഈ കല്യാണം നടത്തിയത്. പക്ഷേ ഇങ്ങനത്തെ ഒരുത്തിയാണ് ഞാൻ വീട്ടിൽ കയറ്റിയെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ദേവി കരഞ്ഞുകൊണ്ട് ബാലൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബാലച്ച എന്നോട് ക്ഷമിക്കണം. എന്ത് ബാലച്ചൻ, ഇനി ഈ വീട്ടിലെ ദേവിയായിട്ട് ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനും ദേഷ്യപ്പെടുന്നുണ്ട്, ഗോമതിയും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അവസാനം നമ്മുടെ ബാലൻ പറഞ്ഞു, അതെ താൻ ഇത്രയും തൻ്റെ ന്യായങ്ങളത്തെ ശരി, കുറ്റങ്ങൾ കള്ളത്തരങ്ങളൊക്കെ ചിലത് പറഞ്ഞു പോകും, എന്നാൽ ശരി എടോ മറ്റുള്ളവരെ വഞ്ചിച്ച് ജീവിക്കുന്ന സ്വഭാവം ഈ ദേവമംഗലക്കാർക്കില്ല, എൻ്റെ മക്കൾക്കും ഇല്ല എന്ന് ബാലൻ പറയണു. എടോ താൻ ഗോമതി സ്റ്റോറിൽ നിന്ന് അപ്പോൾ ആയിട്ട് എത്ര രൂപയാണോ കട്ടെടുത്തത്? ഇങ്ങേറ്റം 25,000 രൂപ കട്ടെടുത്തതിൻ്റെ പേരിൽ എൻ്റെ സ്വന്തം അളിയനായ എൻ്റെ ധർമ്മൻ ഈ ദേവമംഗലം വിട്ടുപോയി. തനിക്ക് അതിനെന്താണോ പറയാനുള്ള ന്യായം? സത്യം പറഞ്ഞാൽ ആ ഒരു കേസ് ശ്രീകലയ്ക്ക് അറിയില്ല. കാരണം വേറൊന്നുമല്ല, ഈ ഉദയഭാനു ഗോമതി സ്റ്റോറിൽ നിന്ന്
പണം കട്ടെടുത്താണ് വീട്ടിലെ ഓരോ കാര്യങ്ങളും സാധനങ്ങളും മേടിച്ച് കൊണ്ടുവരുന്നതെന്നുള്ളത് അപ്പോഴാണ് നമ്മുടെ ശ്രീകല അറിയണത് കേട്ടോ. അതാകെ ഡിമ്മായിപ്പോയി, ഭയങ്കര ഇതായിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ഉദയഭാനു അത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എടോ, താൻ ചെയ്ത കള്ളത്തരങ്ങളെല്ലാം എൻ്റെ ആനന്ദ് മോൻ ഒരു ക്യാമറ വെച്ച് അത് പിടിച്ച് അവൻ്റെ മൊബൈലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. തനിക്ക് നാണം ഉണ്ടാടോ മറ്റുള്ളവരെ വെട്ടിച്ചും തട്ടിച്ചും ജീവിക്കാനായിട്ട്? തനിക്ക് ഒരു മകളെങ്കിലും ഉണ്ടല്ലോ, വിദ്യ എന്ന് പേരല്ല, അതിനെങ്കിലും ഒരു നല്ലൊരുത്തൻ്റെ കയ്യിൽ സത്യത്തോടെ, അതായത് കള്ളത്തരവും കാപട്യവും വഞ്ചനയും ഇല്ലാണ്ട് ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനെങ്കിലും താൻ നോക്കണോ എന്നൊക്കെ പറഞ്ഞ് ബാലൻ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആര്യന് ഇതിനിടെ പറയുന്നുണ്ട് കേട്ടോ, ആകാശം പറയുന്നുണ്ട്, എത്ര പ്രാവശ്യമുണ്ടോ താൻ ആ ഗോമതി സ്റ്റോറിൽ വന്നത്, തനിക്ക് മറ്റേ റിയൽ എസ്റ്റേറ്റിൻ്റെ ഇതുണ്ട്, അത് മേടിക്കണം ഇത് മേടിക്കണം, നാണം ഇല്ലല്ലോടോ, അന്നന്ന് തിന്നാനുള്ള അന്നത്തിന് വേണ്ടി കണ്ടവരെ കട്ടെടുത്ത് തിന്നാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവർ നന്നായിട്ട് എന്നെ പറയാൻ കേട്ടോ. പക്ഷേ ഇവരൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും ദേവിയുടെ മനസ്സിൽ അച്ഛനോട്, അതായത് ദേവിയൊക്കെ പറയുന്നുണ്ട്, ബാലച്ച എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിൻ്റെ വില എത്രത്തോളം വലുതാണെന്നും ഈ കുടുംബത്തിലെ ഓരോരുത്തരോടും, പ്രത്യേകിച്ച് എൻ്റെ ആനന്ദേട്ടനോട് ഞാൻ ഒരു വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്, ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ. പക്ഷേ ആ ഒരു തെറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ കുടുംബക്കാർ, അതായത് ദേവമംഗലക്കാരോട് ഞാൻ കാണിച്ച സ്നേഹം കാപട്യമുള്ളതല്ല ബാലച്ച, എൻ്റെ ആ സ്നേഹം സത്യമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. അപ്പോഴേക്കും നമ്മുടെ പിന്നെ ശ്രീകല പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കുടുംബവും ഈ കുടുംബത്തിലുള്ള അച്ഛനും അമ്മയും സഹോദരങ്ങളും അനിയത്തിമാരും എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് ജീവനാണ്, അവൾ അതിൽ ഒരു കള്ളത്തരവും കാപട്യവും കാണിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇതൊക്കെ പറഞ്ഞെങ്കിലും ഗോമതിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ബാലൻ്റെയോ മനസ്സൊന്നും അലിയാനേ പോകുന്നില്ല. കാരണം അവർക്ക് അങ്ങനെ ആ ഒരു ഇത് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആനന്ദ് അനുഭവിക്കുന്ന ആ വിഷമം അത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർക്കറിയാം കേട്ടോ. നമ്മുടെ തമിഴിൽ ബേസ് ചെയ്ത് തന്നെയാണ് ഇപ്പോൾ ഏകദേശം സാന്ത്വനം മലയാളത്തിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ഇനി ഈ വീട്ടിൽ ദേവമംഗലത്ത് മരുമകളായിട്ട് ദേവി വേണ്ട എന്ന തീരുമാനം നമ്മുടെ ബാലച്ചൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദേവി കരഞ്ഞിട്ട്, അമ്മ പ്ലീസ് അമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടല്ലേ അമ്മ, എന്നെ വിടല്ലേ അമ്മ, ബാലച്ച പ്ലീസ് ബാലച്ച, കാല് പിടിച്ചുകൊണ്ടാണ് കേട്ടോ ദേവി പറയണത്. അപ്പം മിത്രയും മീനാക്ഷിയും ഒക്കെ പറയുന്നുണ്ട്, അമ്മേ നമ്മൾ ഈ സമയത്ത് ദേവിയേട്ടത്തീനെ തെറ്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ ദേവിയേട്ടത്തിൻ്റെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കാമേ, പ്ലീസ് അമ്മ ഇപ്പം പറഞ്ഞു വിടല്ലേന്ന് അവർ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം പറയുന്നുണ്ട്. അമ്മ ദേവിയേട്ടത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം നമുക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല, അതുപോലും അതെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് അമ്മ പ്ലീസ് അമ്മ ദേവിയേട്ടത്തിനെ പറഞ്ഞു വിടല്ലമ്മേ എന്നുള്ളൊരു കാര്യം അവർ കെഞ്ചി പറയും പോലെ പറയണം. പക്ഷേ ഗോമതി അമ്പിനും വില്ലിനും അടിക്കില്ല. ഗോമതി തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഈ വീട്ടിൽ എനിക്ക് ഇനി ദേവിയെ മരുമകളായി കാണാനോ സ്നേഹിക്കാനോ എനിക്ക് കഴിയില്ല, എൻ്റെ ആനന്ദിൻ്റെ ഭാര്യയായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല, എൻ്റെ മനസ്സിൽ ഇനി പറ്റില്ല. കാരണം എനിക്ക് അത്ര വെറുപ്പാണ് ഇവളെ കൂടെ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഉദയഭാനുവിനെയും ശ്രീകലനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ, ഇനി നിങ്ങളുടെ നാട്യവും നാടകവും ഒന്നും ഈ ദേവമംഗലത്ത് വില പോകില്ല, ഇനി മേലിൽ ഈ പടി ചവിട്ടി പോകരുതെന്ന് പറഞ്ഞാൽ അവരെ ആട്ടി ഇറക്കുകയാണ് കേട്ടോ. വെറും ഒരു എന്ന് വെച്ചാൽ നാണം കെട്ട് ആട്ടി ഇറക്കും പോലെയുള്ളൊരു ഫീലിങ്സാണ് കേട്ടോ അവരെ സംബന്ധിച്ച് തോന്നുന്നത്. അങ്ങനെ അവരെ ഇറക്കി വിടുകയാണ് കേട്ടോ. അതിൻ്റെ പിന്നാലെ തന്നെ ഗോമതി നമ്മുടെ ദേവി ഇത്രയും കെഞ്ചി പറഞ്ഞിട്ടും ദേവിനെ വെളിയിലാക്കി ആ ഡോർ അങ്ങ് ലോക്ക് ചെയ്യാൻ കേട്ടോ. അവസാനം ദേവി ആ ഡോറിൽ കിടന്ന് ഇങ്ങനെ മുട്ടണം, അമ്മേ പ്ലീസ് അമ്മേ ഡോറ് തുറക്കമ്മേ, എന്നെ പറഞ്ഞു വിടല്ലമ്മേ, എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് പറയുന്നു. അപ്പം മീനും മിത്രയൊക്കെ ഭയങ്കര സങ്കടം കേട്ടോ, അവർ പൊട്ടിക്കരയാണ്. കാരണം ദേവി അങ്ങനെ പറഞ്ഞു വിടാന്ന് പറയുന്നത് അവർക്ക് പറ്റില്ല. അവർ സ്വന്തം ഒരു ഏട്ടത്തെ പോലെയാണ് അവർ രണ്ടുപേരും സ്നേഹിക്കണം. മീനുവിന് കുറച്ചും കൂടെ അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് കേട്ടോ ദേവിയോട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലായി നിൽക്കണം. അപ്പം നമ്മുടെ പിന്നെ ഉദയഭാനുവും അതുപോലെ തന്നെ ശ്രീകലയും തീരുമാനിക്കുകയാണ്, ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല മോളെ, നമുക്ക് വീട്ടിൽ പോവാം, ഞാൻ എങ്ങോട്ടും വരുന്നില്ല, ഈ ദേവമംഗലം വിട്ട് മരിച്ചാലും ശരി ഞാൻ എങ്ങോട്ടും വരില്ല, നിങ്ങൾ കാരണം എൻ്റെ ജീവിതം ഇത്രയൊക്കെ ആക്കി തന്നില്ലേ, ഇനി എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, നിങ്ങളൊന്ന് പോകാവോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഈ സമയത്ത് കൃഷ്ണമംഗലക്കാരൊക്കെ വന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമംഗലക്കാരിങ്ങനെ നോക്കുന്ന സമയത്ത് ശ്രീകല പറയുന്നുണ്ട്, അയ്യോ എൻ്റെ മോളുടെ ജീവിതമൊക്കെ ഇങ്ങനെ, അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം അച്യുതൻ ഇളക്കിയൊന്നും വിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രീകല, നിങ്ങളിവിടെ കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ പോയി ആ മോളെ കൊണ്ടുപോയിട്ട് ഈ ഇവിടുത്തെ ബാലൻ്റെയും ഗോമതിയുടെയും ആ ആനന്ദിൻ്റെയും പേരിന് പോയി കേസ് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ധർമ്മൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, അച്യുത നീ ഇതിൽ ആവശ്യമില്ലാണ്ടൊന്നും ഇടപെടാൻ നിൽക്കണ്ട, അവരുടെ കുടുംബക്കാരെ അവർ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ
അച്യുതനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും അവസാനം നമ്മുടെ ഉദയഭാനും ശ്രീകല അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുകയാണ്. അപ്പം ദേവി ആദ്യം പോയില്ലെങ്കിലും പിന്നീട് ദേവിയെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കാരണം ദേവി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, എത്ര നേരം നിൽക്കും. അപ്പോൾ അവർക്ക് ആദ്യം മനസ്സിൽ ഇനിയിപ്പോൾ എവളെ കൂടെ കൊണ്ടുപോയേ എവളെയും കൂടെ ചുമക്കണ്ടേ എന്നുള്ള രീതിയിൽ തൻ്റെ ഇളയ മോളുടെ കല്യാണം ഇനി എങ്ങനെ നടക്കും, വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി വന്ന് നിൽക്കുന്ന മോളാണ് മൂത്തയാളെന്നറിയുമ്പോൾ അത് കല്യാണത്തിനെയൊക്കെ ബാധിക്കൂലേ. അതുകൊണ്ട് അവർക്ക് ദേവിയെ കൊണ്ടുപോകാനും ഒരു ചെറിയ മടിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ നമ്മുടെ തമിഴിൽ ഈ ദേവിയുടെ റോളിൽ തമിഴിൽ വരുന്ന സീൻ എങ്ങനെയെന്ന് വെച്ചാൽ ദൈവാനുഗ്രഹം കൊണ്ട് ദേവിക്ക് വീണ്ടും ഈ ദേവമംഗലത്തോട്ട് വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവേണം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദേവി ഇവിടെ നിന്ന് ഇവരെ കൂടെ പോകുമല്ലോ. ഇവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവ രീതിയൊക്കെ മാറി അങ്ങ്. കാരണം എന്ന് വെച്ചാൽ അവരെ ചിലവിലാണല്ലോ പിന്നെ ദേവി കഴിയണത്. അങ്ങനെ അവരെ ചിലവിൽ കഴിയുമ്പോഴത്തേക്ക് ദേവി ഇപ്പോൾ ഒരു ആഹാരം കഴിക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് കറി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇത്രയും കറിയൊന്നും എടുക്കില്ല, നീ കുറേശ്ശെ എടുക്കുക, ഇനിയും വേണ്ടേ കറി അത്താഴത്തിന്, മറ്റുള്ളവർക്കും വേണ്ടേ, അങ്ങനെയൊക്കെ ഉള്ളൊരു മോശം ഒരു ഇത് ദേവി അങ്ങ് കഴിഞ്ഞു പോകണമെന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ദേവിയുടെ ജീവിതത്തിൽ ഇത്രയും സ്വന്തം വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നിട്ട് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് ഒരു വലിയൊരു അടിയായിട്ട് തന്നെയാണ് ദേവി നിൽക്കുന്നത് കേട്ടോ. ആ സമയത്ത് ദേവിക്ക് ദൈവാനുഗ്രഹം പോലൊരു ഭാഗ്യം ഉണ്ടാവുകയാണ്. അതായത് ദേവി വീണ്ടും ആനന്ദിൻ്റെ കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് പോവുകയാണ്. അതായത് ദേവിയുടെ വയറ്റിൽ ആനന്ദിൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു ജീവൻ്റെ തുടുപ്പ് വരെയാണ് കേട്ടോ. അതായത് പ്രഗ്നൻ്റ് ആവുകയാണ്. അപ്പം ദേവിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം എനിക്ക് ഇത്രയും ഇതിൻ്റെ ഇടയിലും എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം തന്നല്ലോ എന്നുള്ളൊരു ഇത് കേട്ടോ. അപ്പം യഥാർത്ഥത്തിൽ ഈ ദേവിയും ആനന്ദും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. അവർ ഭാര്യ ഭർത്താവ് ബന്ധം ഈ ദേവിയായിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ദിവസം നമ്മുടെ നമ്മുടെ ആനന്ദ് കുടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുടിച്ചിട്ട് വന്ന ദിവസം ആനന്ദിന് ഓർമ്മ എന്ന് വെച്ചാൽ ആ ദേവിയോടുള്ള സ്നേഹം ഉള്ളിലുണ്ട്. ആ സ്നേഹം വച്ച് നമ്മുടെ ആനന്ദ് ദേവിയായിട്ട് അന്നൊരു ബന്ധം വരെയാണ് കേട്ടോ. ആ ബന്ധം പക്ഷെ അത് ആനന്ദിൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. അപ്പം ഈ ഒരു കാര്യം താൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം ദേവി മറ്റാരോടും പറയില്ല. എന്നിട്ട് ആനന്ദിൻ്റെ കൂടെ മാത്രമേ അത് പറയൂ കേട്ടോ. എപ്പോഴും അത് കണ്ടൊരു സാഹചര്യത്തിൽ പറയുന്നു. അപ്പോഴേക്കും ആനന്ദ് എടുത്ത വായിക്ക് എന്നെ ചോദിക്കും, ശരി നീ ഗർഭിണിയായി, അതിൻ്റെ കുഞ്ഞിൻ്റെ തന്ത ആരാടി എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ദേവി അങ്ങ് അന്തളിക്കുന്നു. കാരണം ആനന്ദിൻ്റെ മനസ്സ് ഉറപ്പുണ്ട് ആനന്ദിന്, വേറൊന്നുമല്ല ആനന്ദ് അങ്ങനെ ഒരു ഇത് ദേവിയായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ആനന്ദിന്. പക്ഷേ അന്നുണ്ടായ ആ രാത്രി കുടിച്ചിട്ട് വന്ന ഒരു ഓർമ്മയിൽ ആനന്ദിന് ആ ദിവസത്തെക്കുറിച്ച് ഓർമ്മയില്ല. അങ്ങനെ ഒരു 4 മാസമൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ മീനാക്ഷി ഒരു ദിവസം നമ്മുടെ ദേവിയെ കണ്ട് ഈ കാര്യം അറിയണം. അങ്ങനെ നമ്മുടെ മീനാക്ഷി വന്നിട്ടാണ് ദേവമംഗലത്ത് ഈ കാര്യങ്ങളൊക്കെ പറയണത് കേട്ടോ. അതായത് ഇങ്ങനെ ദേവിയേട്ടത്തി നമ്മുടെ ആനന്ദേട്ടൻ്റെ കുഞ്ഞ് വയറ്റിലുണ്ടെന്നും അവർ ചേട്ടത്തി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോമതിയുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരിതാണ്. കാരണം വേറൊന്നുമല്ല, തൻ്റെ മകൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഷോക്കായി പോവാണ്. അപ്പോൾ തമിഴിൽ ഏകദേശം അങ്ങനെയാണ് വരുന്നത്. അത് അങ്ങനെ തന്നെ വരും. കാരണം എന്ന് വെച്ചാൽ ദേവി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇനി ഒരു തിരിച്ച് കയറ്റി വരണമെങ്കിൽ ദേവിയുടെ കൂടെ ആർക്കും ഒരു അനുകമ്പ തോന്നില്ല. അതേസമയം ഒരു കുഞ്ഞുണ്ടായി വരികയാണെങ്കിൽ അതെന്തായാലും നമ്മുടെ ദേവമംഗലത്തോട്ട് കടക്കാൻ ദേവിക്ക് ഒരു വഴി തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ ബാലൻ ഈ തെറ്റുകളെല്ലാം, അതായത് ഇതെല്ലാം പിന്നിൽ ഉദയഭാനു ആണെന്ന് മനസ്സിലാക്കുകയും ആ 25,000 രൂപ കട്ടത് ഈ പെരുങ്കള്ളനാണെന്ന് അറിഞ്ഞ് നമ്മുടെ ബാലൻ നേരിട്ട് കൃഷ്ണമംഗലത്ത് ചെന്ന് ധർമ്മനെ കാണുകയും ധർമ്മനോട് മാപ്പ് പറയണം. എല്ലാവരുടെ മുമ്പിൽ നിന്നും എൻ്റെ അറിവില്ലായ്മ എൻ്റെ അറിവ് കേടും കൊണ്ട് പറ്റിപ്പോയതാ ധർമ്മ എന്ന് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ ബാലൻ ഇത്രയും പേരുടെ മുമ്പിൽ വന്ന് ആ തെറ്റ് പറ്റിപ്പോയതിന് ഏറ്റു പറഞ്ഞ് മാപ്പ് പറയുമ്പോൾ ധർമ്മനൊരു മനസ്സലിവൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ ധർമ്മം തിരിച്ച് ദേവമംഗലത്തോട്ട് വരാനും സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ അച്യുതൻ ഇത് ഭയങ്കര വെല്ലുവിളിയായിപ്പോവും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ സാന്ത്വനം 2-ൽ ഇനിയിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റുകളാണ് വരാൻ പോണത് കേട്ടോ. എന്തായാലും ദേവീനെ മിക്കവാറും ഇറക്കി വിടാൻ നമ്മൾ പറയുമ്പോൾ എല്ലാ എപ്പിസോഡിലും ദേവിയെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് പറയണത്. ഇതുവരെ ആ ഇറക്കി വിടൽ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ എപ്പിസോഡിൽ വന്നിട്ടില്ല, ഇന്നത്തേലും അത് വരുന്നില്ല. അപ്പോൾ എന്തായാലും അത് ഏകദേശം ഇന്ന് നാളെ കൊണ്ടൊക്കെ ആ ഒരു ദേവമംഗലത്തിൽ നിന്ന്
ഇറക്കി വിടുന്ന ആ ഒരു സീൻ വരുന്നുണ്ട്. ഗോമതി തന്നെയാണ് ഇറക്കി വിടുന്നതും ആ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ആരും ഇറങ്ങി പോകരുതെന്നുള്ള വാർണിംഗ് ഒക്കെ കൊടുത്ത് നമ്മുടെ ഗോമതി സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അവസാനം പാവം നമ്മുടെ ദേവി ആ പടി ഇറങ്ങി തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ പലരും കളിക്കാൻ കൃഷ്ണമംഗലക്കാരൊക്കെ ശ്രമിച്ചുവെങ്കിലും പക്ഷെ അതൊന്നും നടപടിയായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സാന്ത്വന നല്ല അടിപൊളി ട്വിസ്റ്റിലാണ് പോകുന്നത്. എല്ലാവരും നമ്മുടെ നാളത്തെ ഈ ഒരു പ്രൊമോ വീഡിയോ സ്കിപ്പ് അടിക്കാണ്ടൊന്ന് കേൾക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുകൊണ്ടാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ രാത്രി 9:30 മഴ തോരും മുമ്പേ നമ്മുടെ അലീനയുടെയും മനുഷ്യങ്കൻ്റെ പുതിയ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.